കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ. തന്നെ മാറ്റിയതിന് പിന്നിൽ ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യമാണെന്ന് സുധാകരൻ പറഞ്ഞു. അവസാന നിമിഷം വരെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും തീരുമാനത്തിൽ അണികൾക്കിടയിൽ അമർഷമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, സുധാകരൻ്റെ അസംതൃപ്തി അടങ്ങുന്നില്ല, അതിങ്ങനെ പല രൂപത്തിൽ വെളിപ്പെട്ടു വരികയാണ്. സന്തോഷ്, തീർച്ചയായും ഷമി, കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിലുള്ള കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കെ സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. യാതൊരു കൂടിയാലോചനകളും നടത്താതെയാണ് തന്നെ മാറ്റി പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ നിയോഗിച്ചിട്ടുള്ളത്. തനിക്ക് ഈ കാര്യത്തിൽ നിരാശയുണ്ട്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ കടുത്ത നിരാശയുണ്ട്. ആ നിരാശ തുറന്നു പറയുന്നതിൽ മടിയില്ല, നിരാശ മൂടിവെക്കേണ്ട സാഹചര്യവുമില്ല. നിലവിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കെ.പി.സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന് രാഹുൽ ഗാന്ധിയോടും ഖാർഗെയോടും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് തൻ്റെ ഭാഗം കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. ഏകപക്ഷീയമായി തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ, തനിക്കെതിരായിട്ടുള്ള പ്രചരണത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവാണ് എന്ന് സുധാകരൻ ഈ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. അത് കെ.സി വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ളതാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷേ കെ.സി വേണുഗോപാലിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ് എന്ന് പറയുമ്പോൾ അത് കെ.സി വേണുഗോപാലാണ് എന്നുള്ള കാര്യം സംശയം. സന്തോഷ് ചേരുന്നു. സന്തോഷ്, കെ സുധാകരൻ്റെ മനസ്സിൽ അമർഷം വളരെ ശക്തമാണ്. ഈ വാക്കുകളിൽ നിന്ന് നമുക്കത് വ്യക്തമാകും. അദ്ദേഹം തീരെ ആഗ്രഹിക്കാത്ത ഒരു പടിയിറക്കമാണ് ഉണ്ടായത്. അത് അദ്ദേഹം ഒട്ടും മറയ്ക്കാതെ തന്നെ പറയുന്നുണ്ട്. ദീപാദാസ് മുൻഷി അടക്കമുള്ളവരെ വളരെ കൃത്യമായി അദ്ദേഹം പോയിന്റ് ചെയ്യുന്നുമുണ്ട്. സന്തോഷ്, തീർച്ചയായും അതുതന്നെയാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുൻപാകെ അഭ്യർത്ഥിച്ചത്. അതിന് അദ്ദേഹം നിരവധി കാരണങ്ങൾ ഉൾപ്പെടെ ഈ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞു വിട്ടതാണ്. അതിൻ്റെ ഒരു വലിയ പ്രതീക്ഷയിൽ സുധാകരൻ ഇരിക്കുകയായിരുന്നു. സുധാകരൻ്റെ അടുപ്പക്കാരോടെല്ലാം സുധാകരൻ പറഞ്ഞത് ഏതായാലും തന്നെ ഇപ്പോൾ മാറ്റാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ, കാരണം ചില മാധ്യമങ്ങളൊക്കെ ആ വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു സുധാകരനെ ഉദ്ധരിച്ച്, അത് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ാണ് ഈ സുധാകരനെ മാറ്റിയതായിട്ടുള്ള വിവരം അറിയുന്നത്. മാധ്യമങ്ങളിലൂടെ ഈ വിവരം സുധാകരൻ അറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കടുത്ത അതൃപ്തിയാണ് കെ സുധാകരന് ഉള്ളത്. ആ അതൃപ്തിയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമ അഭിമുഖത്തിലൂടെ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളത്. ഈ മാറ്റിയതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ പേര് പറയാൻ തയ്യാറല്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് കെ.സി വേണുഗോപാലിനെ ഉന്നം വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയെ അദ്ദേഹം നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. അവർ തന്നെക്കുറിച്ച് തെറ്റായ റിപ്പോർട്ടാണ് നൽകിയത് എന്നുള്ള കാര്യം കെ സുധാകരൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഒരു ഭാഗം കൂടിയുണ്ട്. ഈ ഒരു കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റേണ്ടതില്ലേ എന്നുള്ള ചോദ്യത്തിന് കെ സുധാകരൻ പറയുന്നത്, അങ്ങനെയാണ് കീഴ്വഴക്കം, സാധാരണഗതിയിൽ മാറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ സതീശനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ മാറ്റുന്നതാണ് രീതി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിനോട്, അതായത് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഈ ഒരു നടപടിയോടുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അലയൊലികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കെ സുധാകരൻ അടുപ്പക്കാരോടെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതും ഈ കാര്യം തന്നെയാണ്. തൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ നിരാശ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് തുറന്നു പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല എന്നുള്ള കാര്യമാണ് സുധാകരൻ ഇപ്പോൾ ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുകയും തൻ്റെ ഒരു എതിർപ്പ്, ഈ ഒരു നടപടിയോടുള്ള കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടിയോടുള്ള എതിർപ്പും വിയോജിപ്പും ശക്തമായ ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ചിട്ടുള്ള നേതൃയോഗം, ദില്ലിയിൽ വെച്ച് നടന്ന നേതൃയോഗത്തിൽ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല.
അതിൽ പങ്കെടുക്കാതിരുന്നത് ബോധപൂർവം തന്നെയാണ് എന്നുള്ള കാര്യം കൂടി സുധാകരൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അതിനു മുൻപ് ഈ ഖാർഗെയോടും അതോടൊപ്പം തന്നെ നേതാവായിട്ടുള്ള ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയോടും തുറന്നു പറഞ്ഞതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അന്ന് അവരെല്ലാം കേട്ടതാണ്. പിന്നീട് വീണ്ടും ഒരു യോഗത്തിലേക്ക് പോയി ഒന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ടാണ് ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ പോകാതിരുന്നത് എന്നുള്ള കാര്യവും സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സൂചന കൂടി കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. അതായത് അണികൾക്കും കൂടി അമർഷമുണ്ട്. തനിക്ക് മാത്രമല്ല ഈ കാര്യത്തിലുള്ള അമർഷമുള്ളവർ, തൻ്റെ അണികൾക്ക് കൂടി ഈ അമർഷമുണ്ട്. അവർ പല വേദികളിലായി ഈ അമർഷം പ്രകടിപ്പിക്കുന്നുമുണ്ട്, നേതാക്കന്മാർക്ക് കത്തെഴുതുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി സുധാകരൻ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. താനും തൻ്റെ അണികളും ഇതിനെതിരെയുള്ള പ്രതിഷേധം തുടരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സുധാകരൻ നൽകുന്നത്. ഷമി, സന്തോഷ്, അതുമാത്രവുമല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ കൃത്യമാണ്. തനിക്ക് അത്തരമൊരു ആഗ്രഹമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചു കഴിഞ്ഞാൽ അണികൾക്ക് വലിയ ആവേശമാണ്, അതൊരു പ്രത്യേക വികാരമായി മാറുമെന്നാണ് സുധാകരൻ പറയുന്നത്. അപ്പോൾ ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ സുധാകരൻ തീരുമാനിച്ചിട്ടില്ല. തീർച്ചയായും ഇല്ല. കാരണം സുധാകരൻ ഇക്കാര്യം തുറന്നു പറയുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യം കൂടി സുധാകരൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സുധാകരൻ്റെ നേരത്തെയുള്ള ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുക, ആ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് ചോദിക്കുക, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഒരുപക്ഷെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ള അത് സുധാകരൻ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ സുധാകരനെ മാറ്റുന്നതിനായി ഇത് വളരെ നേരത്തെ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് ഒരു ഗൂഢാലോചന വളരെ വ്യക്തമായും ഇതിനകത്തുണ്ട്. കേരളത്തിലെ ചില നേതാക്കന്മാർ തന്നെ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഈ നേതൃമാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക. മാത്രമല്ല, ഈ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ AICC നേതൃത്വത്തിന് മുൻപാകെ വളരെ തെറ്റായ വിവരങ്ങൾ കേരളത്തിൽ നിന്നും ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ തൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ അവിടെ ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ നേതാക്കന്മാർ ആരാണ് എന്നുള്ള കാര്യം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കടുത്ത അതൃപ്തി തന്നെയാണ് കെ സുധാകരന് ഈ കാര്യത്തിൽ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇതോടൊപ്പം വ്യക്തമായത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് തൻ്റെ നോമിനിയായി വന്ന ആളല്ല. സണ്ണി ജോസഫ് ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം മാത്രമാണ് താനും അറിയുന്നത്. സണ്ണി ജോസഫ് പ്രിയപ്പെട്ടവൻ തന്നെയാണ്, കണ്ണൂരിൽ നിന്നും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. പക്ഷേ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിൻ്റെ പേര് നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ തനിക്ക് ആ സ്ഥാനത്ത് തുടരണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അതിന് LDF സർക്കാരിനെ താഴെ ഇറക്കുന്നത് വരെ, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഹൈക്കമാൻഡിനോട്. അത് അവർ അംഗീകരിച്ചില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ പോയി രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോട് ചോദിക്കണം എന്നാണ് സുധാകരൻ അരിശത്തോടു കൂടി പറയുന്നത്. ഈ വാക്കുകളിലെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ കടുത്ത അമർഷവും അതൃപ്തിയും പ്രകടമാണ്. വരും ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഷമി, പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കിയിട്ടേ പോകൂ എന്ന് പറഞ്ഞ കെ സുധാകരൻ ഇപ്പോൾ പാതുവഴിക്ക് പോകേണ്ടി വന്നു. അതിൻ്റെ അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയും. സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.